ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടും. സോ അതർവൈസ് ഗെറ്റിംഗ് ട്രീറ്റഡ്, അവനെ എവിടെയെങ്കിലും കൊണ്ട് ചികിത്സിക്കാനാണ് ബന്ധുക്കളോട് പറഞ്ഞത്. സോ ദിസ് പരിശുദ്ധ പിതാവ് നമ്മളോട് പറയുന്നത് ഇതാണ്, ബി ഡിഫറെന്റ്, be different than others. Why? Just because of your faith. So let your faith make you different, the way you deal, the way you behave. അതാണ് വിശ്വാസ തീഷ്ണത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ വിശ്വാസ getting excited about faith, ഒരു വിശ്വാസ തീഷ്ണതയും അല്ലെങ്കിൽ അതിൽ നിന്ന് ഉളവാകുന്ന ആനന്ദവും അനുഭവിക്കുമ്പോൾ അത് എൻ്റെ ചുറ്റും എല്ലാവർക്കും അത് അനുഭവിക്കുവാൻ ഇടയാകും. So that's what is all about the Porta Fidei. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു വിശ്വാസത്തെ പറ്റിയോ അല്ലെങ്കിൽ വിശ്വാസ വർഷത്തെ പറ്റിയോ ഒരു പ്രബന്ധം അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാനോ അല്ല എൻ്റെ ഉദ്ദേശം. So my purpose is to get you excited about your faith. വിശ്വാസത്തെ പറ്റി ഒരു തീഷ്ണത അനുഭവിക്കുക, വിശ്വാസം കൂടുതൽ അറിയുവാനുള്ള ഒരു വ്യഗ്രത അല്ലെങ്കിൽ ഒരു ആഗ്രഹം നിങ്ങളിൽ ഉളവാക്കുക, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പൊ ഇതുകൊണ്ട് അതൊരു ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ക്ലാസ് അല്ല അല്ലെങ്കിൽ ഒരു പ്രബന്ധമല്ല. ഇറ്റ് ഈസ് എ ഫെയ്ത്ത് ജേർണി ടുഗെദർ. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരില് ഈ വ്യഗ്രതയും ഒരു തീഷ്ണതയും ആ വിശ്വാസം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഗ്രഹം, ഒരു ആനന്ദവും. അപ്പം നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് മറ്റുള്ളവരോട് നാം പറയും. നമ്മൾ ഗിഫ്റ്റ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ആരാ തന്നത്, എന്താണ് അത് എന്നൊക്കെ നാം മറ്റുള്ളവരോട് പറയും. അതുകൊണ്ട് that's what is sharing of faith is another thing Holy Father is talking about in Porta Fidei. അപ്പോൾ ഓക്കെ, ഞാൻ രണ്ടാമത് പറയാൻ ഉദ്ദേശിച്ചത് ഫെയ്ത്ത്. വാട്ട് ഈസ് ഫെയ്ത്ത്? ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന വിശ്വാസത്തിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. We are trying to describe faith. So what exactly is faith? Let me take further what James said. It is നമ്മൾ കാണാത്ത ഒന്നിൽ ഉള്ളൊരു പ്രതീക്ഷയാണ്. അപ്പം എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ് വിശ്വാസത്തിന് പറ്റിയുള്ള ഒരു വ്യാഖ്യാനം, ഒരു ഡെഫിനിഷൻ ഉണ്ട്. 11-ാം അധ്യായത്തില് വിശ്വാസം എന്താണ് പറയുന്നത്. അതുകൊണ്ട് കൂടെ ഈ അധ്യായം വായിക്കുക, എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം. അത് കാണാതെ പഠിക്കുക സാധിക്കുമെങ്കിൽ. It is all about faith and വിശ്വാസം എന്താണ്, അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ മാതൃകകളാണ്. അത് പഴയ നിയമത്തിലെ ആബേൽ തുടങ്ങി നമുക്ക് വിശ്വാസത്തിന്റെ മാർഗം കാണിച്ചു തന്ന പലരെയും ഇവിടെ അതേപറ്റി പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസം എന്താണെന്ന് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം പറഞ്ഞ ഇതാണ്: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹോളി ഫ്യൂച്ചർ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുമുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. അപ്പൊ നമ്മൾ എത്രത്തോളം അർഹനാണ്, വിശ്വാസത്തിന് നമ്മൾ അർഹരല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മൾ വിശ്വാസികളാണ് എന്ന അംഗീകാരത്തിന് നമ്മൾ എത്രത്തോളം അർഹരാണ്. നമ്മുടെ പൂർവികന്മാര് അതിന് അർഹരായത് ബിക്കോസ് വിശ്വാസം ഒരു വലിയ പ്രത്യാശ അവർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ കാണപ്പെടാത്തവ ഉണ്ട് എന്നൊരു ബോധ്യം. ഇതുകൊണ്ട് തന്നെ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും അബ്രാഹത്തിനെ വിശ്വാസത്തിന്റെ മാതൃകയായി കാണിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ 3-ാമത്തെ അധ്യായമാണ്. ഞാൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. പൗലോസ് ശ്ലീഹ പറയുന്നതാണ്, വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അതിനുശേഷം വീണ്ടും 18-ാം അധ്യായത്തില് നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു, അതുകൊണ്ട് അവൻ നീതിമാൻ എന്ന് പരിഗണിക്കപ്പെട്ടു. സോ ഇതാണ് ഒരിക്കൽ കൂടി നിന്റെ സന്തതി ഇപ്രകാരം ആയിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു.
ബൈബിളിൽ എവിടെയാണ് നിങ്ങൾ കാണുന്നത്? ഇത് എബ്രാഹത്തിന്റെ വിശ്വാസവും അവന് കിട്ടിയ വാഗ്ദാനവും ഏത് പുസ്തകത്തിലാണ്? ഉൽപ്പത്തിയുടെ പുസ്തകം അല്ലേ? ഉൽപ്പത്തിയുടെ പുസ്തകം. ഇപ്പം എബ്രാഹത്തിനോട് കൊടുക്കുന്ന വാഗ്ദാനം ഇതാണ്. 15-ാം അധ്യായത്തിൽ അബ്രാഹമായിട്ടുള്ള ഒരു ഉടമ്പടി ഉൽപ്പത്തിയുടെ ഗ്രന്ഥത്തിൽ. വീണ്ടും അവന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നിന്റെ അവകാശി അവനായിരിക്കുകയല്ല, നിന്റെ മകൻ തന്നെയായിരിക്കും. അവിടുന്ന് അവനെ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക. ശ്രദ്ധിച്ചു കേൾക്കുക. ആകാശത്തേക്ക് നോക്കുക. ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. അപ്പൊ നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. അപ്പൊ എബ്രായ ലേഖനത്തിന്റെ ലേഖനവും പൗലോസ് ലീഹ ഗലാത്യക്കാരോട് പറഞ്ഞതും റോമാക്കാരോട് പറഞ്ഞതും ഇത് തന്നെയാണ്. അപ്പൊ നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുക. അത് എണ്ണാൻ നിനക്ക് കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. അത് ഡീറ്റെയിൽ ഉണ്ട് ദാറ്റ്. അതിന്റെ 12-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാഹം ഗാഢനിദ്രയിലാണ്ടു. സോ വാട്ട് ഡസ് ദാറ്റ് ടെൽ യു? അതെന്താണ്? അതുകൊണ്ട് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാഹം ഗാഢനിദ്രയിലാണ്ടു. Don't get anything? Relax. പകല് നല്ല പണിയായിരുന്നു. ഓക്കെ. അപ്പോൾ കർത്താവ് ആകാശത്തിലേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണാനായിട്ട് എപ്പോഴാ പറഞ്ഞത്? രാത്രിയിലല്ലായിരുന്നു. It was daytime. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സൂര്യൻ അസ്തമിച്ചത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എത്ര പേർക്ക് നക്ഷത്രം കാണാൻ പോകും? You can't see the stars, right? You don't see the stars. അപ്പൊ അബ്രാഹത്തിനോട് പറഞ്ഞു, നീ മുകളിലേക്ക് നോക്കുക, അവിടെ കാണുന്ന നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കും നിന്റെ സന്താനങ്ങൾ. പറഞ്ഞു, yes, I believe. So that is faith. അപ്പൊ കാണപ്പെടാത്ത ഒന്നിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അതാണ്. He didn't see the stars he was asked to count. നമ്മുടെ അതാണ് ഈ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ പറയുന്നത്. പരിശുദ്ധ പിതാവ്, നിങ്ങളെല്ലാം തന്നെ ശാലോം വായിക്കുന്നവരാണല്ലോ അല്ലേ? സോ വിശ്വാസവർഷത്തെ പറ്റി കൂടുതൽ അറിയുവാനും വിശ്വാസം പരിപോഷിക്കുവാനും ഒക്കെ ഒരു നല്ലൊരു അവസരമാണ്. പ്ലീസ് റീഡ് ഇഫ് യു ഡോണ്ട് റീഡ് ദിസ്. കാണപ്പെടാത്തതൊന്ന് വിശ്വസിക്കുക. ഇതിന് ഫെയ്ത്ത് ഇൻക്ലൂഡ്സ് ട്രസ്റ്റ് ഇൻ ഡാർക്ക് മൂമെന്റ്സ്. അപ്പൊ ആദ്യം ഇതൊരു ട്രസ്റ്റാണ്. പണ്ടാരാണ്ട് ഒരാള് ഇതുപോലെ ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് എന്നപ്പോൾ അന്നത്തെ സുവിശേഷ ഭാഗം, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീ കൽപ്പിക്കുക, അവിടെ നീ അത് മാറിപ്പോകും എന്നുള്ള ഭാഗമായിരുന്നു. അപ്പൊ അച്ഛനെ അതിനെപ്പറ്റി പ്രസംഗിച്ചു. വീട്ടിൽ ചെന്ന് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അയലോക്കത്തുള്ള പുള്ളിയുടെ പറമ്പിലെ തേക്കുമരം എൻ്റെ പറമ്പിലായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ അത് പറയുന്നതൊക്കെ കേട്ട് സുവിശേഷം പറഞ്ഞനുസരിച്ച് അച്ഛൻ വീട്ടിൽ ചെന്ന് കണ്ണടച്ചിന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, എനിക്ക് കടുകുമണിയേക്കാളും അധികം വിശ്വാസമുണ്ട്, അപ്പുറത്ത് നിൽക്കുന്ന തേക്ക് എൻ്റെ പറമ്പിലേക്ക് ഒന്ന് ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ കുറേ നേരം ഒരു 2 മിനിറ്റിന് ഇത് കണ്ണു തുറന്നിച്ച് തേക്ക് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് സംഭവിക്കുകയെന്ന് എനിക്കറിയായിരുന്നു. So that is our faith. ഒരു തീഷ്ണതയില്ലാത്ത വിശ്വാസം. It's not a trustful faith. അപ്പോൾ പരിശുദ്ധ പിതാവ് പറയുന്നത് faith includes trust in dark moments. We encounter moments where God seems absent. അപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാത്ത അവസരങ്ങളിൽ പോലും വിശ്വസിക്കുക, അതാണ് പറയുന്നത്. അപ്പം നമ്മുടെ
പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ പറ്റിയുള്ള വ്യഗ്രതയായിരിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞ പല നിമിഷങ്ങളുണ്ട്. അപ്പൊ അതിൽ പോലും നമ്മൾ വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് അല്ല. നമുക്ക് അസുഖങ്ങളൊന്നും വരികയില്ല, ഇല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാരും മരിക്കുകയില്ല, ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുകയില്ല. സോ ഇറ്റ് ഇസ് നോട്ട് ആൻ ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് ഓൾ ദീസ്, ബട്ട് ഇറ്റ് ഇസ് ആൻ അഷുറൻസ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ അന്ധകാരം നിറഞ്ഞ നിമിഷങ്ങളിൽ നമുക്ക് അള്ളിപ്പിടിക്കാനായിട്ട്, നമുക്ക് നമ്മുടെ അചഞ്ചലരായി നിൽക്കുവാനായിട്ടുള്ളൊരു അവസരമാണ്. So that's what the Holy Father says. Faith includes trust in dark moments. So I'm just giving you some points. ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസം എന്താണെന്ന് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാനും ഉള്ളൊരു അവസരമാണ് നാം ഇന്ന് ഒരുക്കുന്നത്. പിന്നെ വിശ്വാസ വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് നിങ്ങൾ മാതാപിതാക്കൾ ഒത്തിരി അധ്വാനിച്ച് കുട്ടികളെയൊക്കെ വളർത്തിയിട്ട് പിന്നെ നിങ്ങൾക്കൊക്കെ സംഭവിക്കുന്ന ഒന്നാണ്, പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് പോകുന്നു, ഇല്ല അവർ പള്ളിയിൽ പോകുന്നില്ല. വി സെൻഡ് ദം ടു കാത്തലിക് സ്കൂൾസ്, വി സെൻഡ് ദം ടു കാത്തലിക് കോളേജ്, ദേ ഡോണ്ട് ഗോ ടു ചർച്ച്. ഇത് കൂടെ കേൾക്കാറുള്ള റിഫ്രെയിനാണ്. നമുക്ക് എപ്പോഴും മിസ് ചെയ്യുന്നത്, ദർ ഇസ് സംതിങ് ദാറ്റ് ഈസ് മിസ്സിംഗ് ഇൻ അവർ ഫാമിലീസ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കാണാത്തത് നമുക്ക് പണ്ടൊക്കെ നമുക്ക് ലഭിച്ചിരുന്ന ഒരു വിശ്വാസ ഭാഷയാണ്. ഇറ്റ്സ് എ ഫെയ്ത്ത് ലാംഗ്വേജ് ദാറ്റ് ഇസ് ആബ്സെന്റ്. അപ്പൊ നമുക്കൊരു വിശ്വാസ ഭാഷ വേണം. വിശ്വാസ തീഷ്ണത അനുഭവിക്കുവാനും, അല്ലെങ്കിൽ വിശ്വസിച്ച് ആനന്ദം അനുഭവിക്കുവാനും, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ നമുക്കൊരു ഭാഷ ആവശ്യമാണ്. ഇതാണ് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവക സമൂഹങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒക്കെ സംഭവിക്കുന്നത്, ദിസ് ആബ്സെൻസ് ഓഫ് ദിസ് വിശ്വാസ ഭാഷ. ഞാൻ വേറൊരു റിപ്പോർട്ട് വായിക്കുകയാണ്. ഈ ഷാലോമിന്ന് വളർച്ചയുടെ 4.5 വർഷം സമ്മാനിച്ച് ജോണി അച്ഛൻ കേരളത്തിലേക്ക്. ഞാനിത് വായിക്കാൻ പോകണം. ജസ്റ്റ് ലിസൺ ടു ദിസ്. ഇടവക സമൂഹത്തിന്റെ ഭാവി പദ്ധതികൾക്ക് വേണ്ടി വാങ്ങിയ 5 ഏക്കർ പുരയിടം ഇടവക